മെസ്സേജ് രൂപത്തിൽ ഇതിനു മുമ്പേ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിന് പലവട്ടം വാണിംഗ് കൊടുത്തപ്പോൾ അതിനൊക്കെ മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു വട്ടം വിളിച്ച് സംസാരിച്ചപ്പോൾ അങ്ങനൊന്നുമല്ല, ഞങ്ങൾ നന്നാവാൻ വേണ്ടി പറയുന്ന ആ രീതിയിലാണ് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ആ മെസ്സേജിന് ശേഷം അയാളുടെ മോളുടെ കല്യാണത്തിനൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടു പോവുക, അങ്ങനെ അത്രയും ട്രസ്റ്റ് ഇതായിരുന്നു എൻ്റെ അടുത്ത്. എനിക്ക് സംശയിക്കാൻ പിന്നെ ഇടയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് പെട്ടെന്നായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനൊന്നും. ഇങ്ങനെ അനുഭവിച്ചു കഴിയുന്ന ഒട്ടേറെ പെൺകുട്ടികളുണ്ടാവും ഒരുപാട് സ്ഥാപനത്തിൽ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ അനുഭവിച്ച് നിങ്ങൾ നിൽക്കണ്ട. ആ ജോലി അവിടെ വെച്ച് നിർത്തുക, അവിടെ വെച്ച് അത് ഉപേക്ഷിക്കുക. ഇങ്ങനെയുള്ള മുതലാളിമാരാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ചെരുപ്പ് ഒരു കാരണത്ത് 4 തല്ലങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റും രജിസ്റ്റർ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് വേറെ ഏതെങ്കിലും ജോലി നോക്കുക. ജോലി വേണ്ടാന്ന് വെച്ച് വീട്ടിൽ വന്ന് നിൽക്കുക. ഇതിപ്പോൾ ജീവനും മാനത്തിനും ഒന്നും ഒരു സുരക്ഷയില്ലാത്തൊരു കാലമാണിത്. ഇങ്ങനെ എന്തെങ്കിലും തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വാണിംഗ് നമ്മൾ കൊടുക്കുന്നു, അതല്ലെങ്കിൽ അവർ നമ്മളെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുന്നു, അല്ലെങ്കിൽ ആരെയും അറിയിക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ അറിയിക്കല്ലേ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കല്ലേ, എനിക്ക് പേടിയാണ് എന്ന് പറയുമ്പോൾ നമ്മളത് കേട്ട് ഇനി അവർ തിരുത്തി നല്ല പുണ്യാളന്മാരാവും എന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. അവരൊരിക്കലും തിരുത്താൻ പോകുന്നില്ല. ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു പെങ്ങളോ അല്ലെങ്കിൽ മകളോ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചെയ്യാൻ ഒരാൾക്കും കഴിയത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്കൊരിക്കലും ക്ഷമ കൊടുക്കുകയോ അല്ലെങ്കിൽ വാണിംഗ് കൊടുത്ത് ഒഴിവാക്കുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ ഉള്ളവരുടെ നിന്ന് മാറിപ്പോവുക. ഇങ്ങനെയുള്ളവരെ സമൂഹത്തിന്റെ മുമ്പിലോട്ട് തുറന്നടിച്ച് കാണിച്ചു കൊടുക്കുക. ഇവരുടെ മുഖംമൂടി അഴിച്ച് പുറത്ത് ഇടുക. അതാണ് വേണ്ടത്. ഇനി ഒരാളും ഇതുപോലെ അപകടങ്ങളിൽ പോയി ചാടരുതല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് മിണ്ടാണ്ടും പറയാണ്ട് ഇറങ്ങി പോകുമ്പോൾ അടുത്തൊരു ഇരയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ അവർക്ക് നിങ്ങളെപ്പോലും ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥാപനവും വേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ ഇനിയൊരു ഇര വേണ്ട എന്ന് തന്നെ തീരുമാനിക്കണം. പെൺകുട്ടികൾ ഉറച്ച തീരുമാനം എടുക്കണം അതിനെതിരെ.